ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ കുമ്പളങ്ങ മോര് ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു കറി ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ കുമ്പളങ്ങ നമുക്ക് മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുക്കറിലൊക്കെ വേവിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇതുപോലെ മൺപാത്രങ്ങളിലൊക്കെ വേവിക്കുന്നതാണ് കേട്ടോ. നല്ല മോരുകറിക്ക് നല്ല ഒരു ടേസ്റ്റും കിട്ടും. അപ്പം നമ്മൾ അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. കാരണം കാന്താരി നമ്മൾ ഓൾറെഡി അരയ്ക്കുന്നുണ്ട്, അപ്പം ഒത്തിരി എരിവ് കൂടി പോകണ്ട. പിന്നെ നമുക്ക് തേങ്ങയിലേക്ക് ചെറിയ ജീരകം, കാന്താരി, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പം ഈ തേങ്ങയിൽ ഒട്ടും തരിതരിപ്പൊന്നും ഉണ്ടാവരുത് കേട്ടോ, നല്ല പേസ്റ്റായിട്ട് തന്നെ കിട്ടണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ അരയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് ഒത്തിരി കുറുകി അത് വറ്റി വരുമൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ തൈരും കൂടെ അടിച്ചിട്ട് അതുകൂടെ ചേർക്കണം. അപ്പം മോര് ചേർക്കുന്ന സമയത്ത് ഒത്തിരി പുളിയുള്ളത് ചേർക്കാതിരിക്കുക. ഒരു മീഡിയം പുളിയൊക്കെ ഉള്ളത് മതി നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഒത്തിരി പുളിയായിട്ടുണ്ടെങ്കിൽ. അപ്പം മീഡിയം പുളിയുള്ള തൈരാണ് കേട്ടോ മോര് കറിക്ക് എപ്പോഴും നല്ലത്. ഇനി നമ്മൾ മോരും കൂടെ ഒഴിച്ചിട്ട് ഒത്തിരി നേരം തിളച്ചു പോരുത്, ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് താളിപ്പ് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും പിന്നെ ഉലുവയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കുമ്പളങ്ങ മോരുകറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.